الحمد لله حمدا كثيرا طيبا مباركا فيه، والصلاة والسلام على محمد وآله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يهاجر في سبيل الله يجد في الأرض مراغما كثيرا وسعة، ومن يخرج من بيته مهاجرا إلى الله ورسوله ثم يدركه الموت فقد وقع أجره على الله، وكان الله غفورا رحيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകൾ, അള്ളാഹുവിന്റെ ആജ്ഞാ നിർദ്ദേശങ്ങൾക്ക് വിധേയരായി ഈമാനോടെ ഇഖ്ലാസോടെ തഖ്വാബോധത്തോടെ ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. സൂറത്തു അൻ-നിസാ, സ്ത്രീകൾ എന്നർത്ഥം വരുന്ന സൂറത്തിലെ 100-ാമത്തെ ആയത്താണ് ഹംദിനും സ്വലാത്തിനും ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ പാരായണം ചെയ്തു. ഈ ആയത്ത് അവതരിക്കാൻ ഒരു കാരണമുണ്ട്. സബബുൻ നുസൂൽ എന്നാണ് ആയത്ത് അവതരിക്കാനുള്ള കാരണത്തെ പറ്റി തഫ്സീറുകളിൽ പറയുന്ന അറബി വാക്ക് അങ്ങനെയാണ്, സബബുൻ നുസൂൽ. ഹബീബ് ബിൻ വംറത്തുൽ ലൈസി റളിയല്ലാഹു അൻഹു കാന ശൈഖൻ കബീറൻ, വയോവൃദ്ധനായിരുന്നു അദ്ദേഹം. ഹബീബിൻ വംറ എന്ന സ്വഹാബി വയോവൃദ്ധനായിരുന്നു. വഹാജറ ഇലൽ മദീന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഹ്വാനത്തോടെ അദ്ദേഹം മക്കയിൽ നിൽക്കക്കള്ളിയില്ലാതെ, ആ വാർദ്ധക്യം പരിഗണിക്കാതെ, പ്രായാധിക്യം പരിഗണിക്കാതെ മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. ഫമാത ഫി തൻഈം, അദ്ദേഹം തൻഈം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ മരണപ്പെടുകയുണ്ടായി. മദീനത്തിലേക്ക് എത്തിയില്ല, തൻഈമിൽ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. ഫഅൻസലല്ലാഹു ഹാദിഹിൽ ആയ, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് അവതരിപ്പിച്ചത്. വമൻ യുഹാജിർ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ആദർശം നിലനിർത്താൻ വേണ്ടി, ദീൻ നിലനിർത്താൻ വേണ്ടി നാട് വിടേണ്ടി വന്നാൽ, ഹിജ്റ പോകേണ്ടി വന്നാൽ, യജിദ് ഫിൽ അർദി മുറാഗമൻ കസീറ, ഭൂമിയിൽ അവന് ധാരാളം അഭയസ്ഥാനങ്ങൾ കണ്ടെത്താൻ കഴിയും. സ്വന്തം നാട്ടിൽ നിൽക്കക്കള്ളിയില്ലാതെ വരുമ്പോൾ, ആദർശം നിലനിർത്തി, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്തി ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ
നാട് വിടേണ്ടി വന്നാൽ മറ്റു നാടുകളിൽ അവൻ അള്ളാഹു അഭയസ്ഥാനം ഒരുക്കി വെക്കുന്നതാണ്. വസഅത്തൻ, ജീവിത വിശാലതയും ഒരുക്കി വെക്കും. ഞാൻ എന്റെ നാട് വിട്ട് പുറത്തോട്ട് പോകില്ല. പട്ടാഞ്ചേരി വിട്ട്, പോർത്തിക്കൊച്ചു വിട്ട്, കടവന്ത്ര വിട്ട് ഞാൻ പോകില്ല. ഞാൻ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കും. വേണ്ട. ആദർശം നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിൽ, നാട്ടിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സംജാതമായാൽ വീണ്ടും നാട്ടിൽ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥയില്ല. ഈ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിൽ ഉറപ്പിച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശം നിലനിർത്തി ജീവിക്കുവാൻ ഏറ്റവും നല്ല നാടുകൾ വേറെയുമുണ്ട്. ഇഷ്ടംപോലെ നാടുകളുണ്ട്. ആ നാട്ടിലേക്ക് പോകേണ്ടി വന്നാൽ അള്ളാഹു അങ്ങനെ പോകുന്നവർക്ക് ജീവിത വിശാലതയും ജീവിത സൗകര്യങ്ങളും മറ്റു നാടുകളിൽ ഒരുക്കി വെക്കും. സ്വന്തം വീട്ടിൽ നിന്നും മുഹാജിറായിക്കൊണ്ട് അള്ളാഹുവിനെയും റസൂലിനെയും മനസ്സിൽ കരുതിക്കൊണ്ട് പോകേണ്ടി വന്നാൽ, പുറപ്പെട്ടാൽ പോകുന്ന വഴിയിൽ ആ മനുഷ്യന് മരണം പിടികൂടുകയാണ് എങ്കിൽ അള്ളാഹുവിൽ അവന്റെ പ്രതിഫലം ഉറപ്പിച്ചു കഴിഞ്ഞു. അള്ളാഹുവിനുള്ള പ്രതിഫലം എഴുതി കഴിഞ്ഞു. ഉദ്ദേശിച്ച നാട്ടിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടിയും അവന്റെ ദീനിന് വേണ്ടിയും റസൂലുള്ള പ്രബോധനം ചെയ്ത ആദർശത്തിന് വേണ്ടിയുമാണ് ആ മനുഷ്യൻ പുറപ്പെട്ടത്. വഴിയിൽ വെച്ച് മരണം പിടികൂടിയാൽ പോലും അവനുള്ള പ്രതിഫലം അള്ളാഹു എഴുതി വെച്ചു കഴിഞ്ഞു. അള്ളാഹു പാപങ്ങൾ പൊറുക്കുന്നവരും കരുണാനിധിയുമാകും. ഈ മുഹറം മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് അള്ളാഹിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും ഹിജ്റയെ കുറിച്ച് തന്നെയാണ്. അവർ അനുഭവിച്ച കഷ്ടപ്പാടും ദുരിതവും ബുദ്ധിമുട്ടും, ജനിച്ച നാട്ടിൽ നിന്നും ആദർശത്തിന് വേണ്ടി നാട് വിടേണ്ടി വരിക, സമ്പാദ്യമെല്ലാം ആ നാട്ടിൽ തന്നെ ഉപേക്ഷിക്കേണ്ടി വരിക, ചെറുപ്പം മുതൽ കെട്ടിപ്പടുത്ത സ്വന്തം വീടും കൃഷിയിടവും കച്ചവട സ്ഥാപനങ്ങൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഒഴിവാക്കി ആദർശം നിലനിർത്തുവാൻ വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോകേണ്ടി വരിക. ആ പോകുന്ന വഴിയിൽ മരണം പിടികൂടുക. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് കൊടുക്കുന്ന പ്രതിഫലത്തെ പറ്റി ഉണർത്തിക്കൊണ്ട് ആയത്തിറങ്ങുക. ഇതൊക്കെ എത്രമാത്രം ആവേശമുണ്ടാക്കുന്ന കാര്യങ്ങളാണ് സഹോദരങ്ങളെ. ഇപ്പോഴും അഭയാർത്ഥികൾ, മുഹാജിരീങ്ങൾ ധാരാളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റോഹിംഗ്യൻ മുഹാജിരീങ്ങൾ, അഭയാർത്ഥികൾക്ക് അറബിയിൽ പറയുന്ന പേര് ലാജിഹീൻ എന്നാണ്. ലാജ് എന്ന അറബി പദം, അതിന്റെ ബഹുവചനമാണ് ലാജിഊൻ അല്ലെങ്കിൽ ലാജിഹീൻ. അഭയാർത്ഥികൾ, അഫ്ഗാൻ അഭയാർത്ഥികൾ, റോഹിംഗ്യൻ അഭയാർത്ഥികൾ, ഫലസ്തീൻ അഭയാർത്ഥികൾ. ഈ അഭയാർത്ഥികളായി വരുന്ന മുഴുവൻ ആൾക്കാരും മുസൽമാൻ ആണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്താ കാരണം? ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വിഷയം അത് പൊതുജനങ്ങൾക്ക് ഇഷ്ടമല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാകുന്നു, റസൂലാകുന്നു, ദൂതനാകുന്നു. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസം മനസ്സിൽ സ്വീകരിച്ചവരെ മറ്റു മതസ്ഥർക്ക് ഇഷ്ടമില്ല. എങ്ങനെയും അവരെ നാട്ടിൽ നിന്നും ഓടിക്കുവാനാണ് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ആ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ആയത്തുകളാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഫല്ലദീന ഹാജറൂ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഹിജ്റ പോകേണ്ടി വന്നാൽ, വ ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വന്തം താമസ സ്ഥലത്തിൽ നിന്നും പുറത്താക്കുകയും ചെയ്യപ്പെട്ടാൽ, വ ഊദൂ ഫീ സബീലി, റബ്ബുൽ ആലമീനായ എന്റെ മാർഗത്തിൽ ആരെങ്കിലും മർദ്ദിക്കപ്പെടേണ്ടി വന്നാൽ, മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നാൽ, വഖാതലൂ, യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ, വഖുതിലൂ, ആ യുദ്ധത്തിൽ മരിച്ച് ഷഹീദാകേണ്ടി വന്നാൽ, ലഉകഫിറന്ന അൻഹും സയ്യിആതിഹിം, അവരുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു കൊടുക്കും, വലൗദഖിലന്നഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ,
താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗ്ഗപ്പൂന്തോപ്പിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യും. സവാബം മിൻ ഇൻദില്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുസ് സവാബ്, അല്ലാഹുവാണ് ഏറ്റവും ഉത്തമമായ പ്രതിഫലം നൽകുന്നവനെന്ന് ആല ഇമ്രാൻ സൂറത്തിലെ 195-ാമത്തെ ആയത്തായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. പിന്നെ അൻ-നഹൽ തേനീച്ച എന്ന അധ്യായത്തിലെ 41-42 ആയത്തുകളായി കൊണ്ട് അല്ലാഹു പഠിപ്പിക്കുന്നു. വല്ലദീന ഹാജറൂ ഫില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ആരെങ്കിലും ഹിജ്റ പോകേണ്ടി വന്നാൽ മിൻ ബഅദി മാ ഉലിമൂ, ആക്രമിക്കപ്പെട്ട ശേഷം ലനുബവ്വി അന്നഹും ഫിദ്ദുനിയാ ഹസന, ദുനിയാവിൽ അവന് നല്ല പാർപ്പിടങ്ങൾ ഞാൻ ഒരുക്കി വെക്കും മറ്റൊരു നാട്ടിൽ. വല അജ്റുൽ ആഖിറ, അവന് പരലോകത്ത് കിട്ടുന്ന പ്രതിഫലം അക്ബർ, ഏറ്റവും വലിയ പ്രതിഫലമാണ്. കാരണം അവൻ ഉറച്ചു നിന്നത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ആദർശത്തിലാണ്. ആ ആദർശം സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വന്തം വീട് വിടേണ്ടി വന്നത്, നാട് വിടേണ്ടി വന്നത്. അതുകൊണ്ട് അല്ലാഹു അവനൊരുക്കി വെച്ചിരിക്കുന്ന വല അജ്റുൽ ആഖിറതി അക്ബർ, അവന് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന പ്രതിഫലം ഏറ്റവും വലുതാണ്. ലൗ കാനൂ യഅലമൂൻ, അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവരാരാണ്? അല്ലദീന സ്വബറൂ, അല്ലാഹുവിന് വേണ്ടി ക്ഷമിക്കുന്നവരാണവർ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നവരാണവർ. ഹിജ്റ പോയിക്കൊണ്ടിരുന്ന സഹാബാക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യം, അൻ അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈഥിയ സമിഅതു ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു അലൽ മിൻബർ. അൽഖമത്ത് ബിൻ വഖാസ് അൽ-ലൈഥി പറയുക, ഞാൻ മിൻബറിൽ നിന്നും ഉമർ ബിൻ അൽ-ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ഖുതുബ കേട്ടു. ആ ഖുതുബയിൽ قال سمعت رسول الله صلى الله عليه وسلم يقول, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉമർ ബിൻ അൽ-ഖത്താബ് എന്ന രണ്ടാം ഖലീഫ ഖുതുബ നടത്തുന്നത്. യഖൂലു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്, എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കപ്പെടുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളാകട്ടെ, ഏത് നന്മകളാകട്ടെ, അല്ലാഹു സ്വീകരിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോരുത്തർക്കും പ്രതിഫലം ലഭിക്കുന്നത് അവരുടെ നിയ്യത്ത് കണക്കാക്കിയാണ്. നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അവന്റെ നിയ്യത്ത് എന്താണ്? ഹജ്ജിന് പോകുമ്പോൾ അവന്റെ നിയ്യത്ത് എന്താണ്? ഉംറക്ക് പോകുമ്പോൾ അവന്റെ നിയ്യത്ത് എന്താണ്? സക്കാത്ത് കൊടുക്കുമ്പോൾ അവന്റെ നിയ്യത്ത് എന്താണ്? അങ്ങനെ ഓരോ സൽപ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അവന്റെ മനസ്സിലെ നിയ്യത്ത് എന്താണ്? അതാണ് അല്ലാഹു നോക്കുന്നത്. ആ നിയ്യത്തിനനുസരിച്ചാണ് പ്രതിഫലം കിട്ടുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ, ഹിജ്റ പോകുന്ന സഹാബാക്കളോടായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫമൻ കാനത് ഹിജ്റതുഹു ഇലാ ദുനിയാ യുസീബുഹാ, ആരെങ്കിലും ഭൗതിക നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാണ് ഹിജ്റ പോകുന്നതെങ്കിൽ, ഔ ഇലംറഅത്തിൻ യൻകിഹുഹാ, അല്ലെങ്കിൽ ഹിജ്റ പോകുന്ന നാട്ടിൽ ചെല്ലുമ്പോൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണമെന്നാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ അതിനുള്ളതാണ്. ഒരു പെൺകുച്ചിനെ കല്യാണം കഴിക്കാനുള്ളതാണ്. മറിച്ച് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലമല്ല അവൻ ആഗ്രഹിക്കുന്നത്. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി, ആരുടെയെങ്കിലും ഹിജ്റ അല്ലാഹുവിലേക്കും അവന്റെ റസൂലിലേക്കും ഉദ്ദേശിച്ചാണെങ്കിൽ, ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി, അവന്റെ ഹിജ്റ അവന്റെ നിയ്യത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സ്വീകരിക്കുകയും അവന് പ്രതിഫലം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോ സൽക്കർമ്മങ്ങളും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് വേണ്ട ഹിജ്റ എന്താണ്? നമുക്ക് വേണ്ട ഹിജ്റ നമ്മുടെ മനസ്സിൽ കൂടിയിട്ടുള്ള ഷഹവാത്തുകളെ ഒഴിവാക്കുകയാണ് നമ്മുടെ ഹിജ്റ. ഏറ്റവും കൂടുതൽ വേണ്ട ഹിജ്റ അതാണ്. നമ്മൾ അകന്ന് നിൽക്കേണ്ടത് ഷഹവാത്തുകളിൽ നിന്നാണ്. എന്താണ് ഷഹവാത്ത്? കമനീയ വസ്തുക്കൾ എന്നാണ് നേർക്ക് നേരെ മലയാളത്തിൽ അതിന് മലയാള പദം പറയാനുള്ളത്. കമനീയ വസ്തുക്കളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹിജ്റ
ആദർശ സംരക്ഷണത്തിനാണ് വേണ്ടിയാണ് ഉപയോഗിച്ചത്. നമുക്ക് ആദർശം സംരക്ഷിക്കാൻ നമ്മുടെ നാട് തന്നെ വളരെ വലുതാണ്, ഒരു കുഴപ്പവുമില്ല. നമ്മുടെ ആദർശ സംരക്ഷണത്തിന് ഖൗലു ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ നാട്ടിൽ ഒരു കുഴപ്പവുമില്ല. പിന്നെ നമ്മൾ ഇതിൽ നിന്നാണ് ഹിജ്റ പോകേണ്ടത്? ഷഹവാത്തുകളിൽ നിന്നാണ് നമ്മൾ ഹിജ്റ പോകേണ്ടത്. ഈ സമൂഹം മൊത്തം ഷഹവാത്തിന്റെ അടിമയായി മാറിയിരിക്കുകയാണ്. എന്താണ് ഷഹവാത്ത്? സുയ്യിന ലിന്നാസി ഹുബ്ബുൽ ഷഹവാത്തി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർസ് ذلك متاع الحياة الدنيا والله عنده حسن المآب. ആലി ഇംറാൻ സൂറത്തിലെ 14-ാമത്തെ ആയത്താണ്. നമ്മൾ ഹിജ്റ പോകേണ്ടത്, നമ്മൾ അകന്നു നിൽക്കേണ്ടത് ഈ ഷഹവാത്തുകളിൽ നിന്നാകണം എന്നുള്ള പറയും. മനുഷ്യർക്ക് അലങ്കൃതമാക്കി തോന്നിച്ചിരിക്കുന്നു ഹുബ്ബുൽ ഷഹവാത്ത്, കമനീയ വസ്തുക്കളോടുള്ള പ്രേമം. ഏറ്റവും ആദ്യം കടന്നു വരുന്ന കമനീയ വസ്തു എന്താണ്? മിനൻ നിസാ, സുന്ദരികളായ സ്ത്രീകൾ. അതിന് അഡിക്റ്റായി പോവുക. ചെറുപ്പക്കാരും മധ്യവയസ്കരും എല്ലാം സ്ത്രീകളോടുള്ള ഹുബ്ബ് വല്ലാതെ വർദ്ധിക്കുന്നു. കേസാകും എന്നത് കണ്ടപ്പോൾ അതിനുപയോഗിക്കാൻ പറ്റിയ ഒരു ഉപകരണം ചെയ്യുന്നു. അതിങ്ങനെ ഇപ്പോൾ ഓഫാക്കി വെച്ചിരിക്കുക, അരമണിക്കൂറിലേക്ക് ജുമയ്ക്ക് വേണ്ടി. അതങ്ങോട്ട് തുറന്നാൽ ഈ ഷഹവാത്ത് അങ്ങോട്ട് പിടികൂടും. അതെങ്ങാനും യൂട്യൂബ് അങ്ങോട്ട് ഓൺ ചെയ്താൽ ഈ ഷഹവാത്തിലേക്ക് പോകും. ആ കാണുന്ന ഷഹവാത്തിൽ കൂടുതലും 95% നിസാവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അള്ളാഹു അത് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നു, ജനങ്ങൾക്ക് ഷഹവാത്തുകളോടുള്ള പ്രേമം വളരെ അലങ്കൃതമാക്കി തോന്നിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ ഷഹവാത്ത് എന്താണ്? മിനൻ നിസാ തന്നെയാണ്. സ്ത്രീകൾ, സൗന്ദര്യമുള്ള സുന്ദരിമാരായ സ്ത്രീകളോടുള്ള ആഗ്രഹവും ഇഷ്ടവും താല്പര്യവും അതുങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക എന്നത് കൺകുളിർമ ഉണ്ടാക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു ജനങ്ങൾക്ക്. അതുകൊണ്ട് അല്ലാഹു പറയുന്നു, അത് ഈ ദുനിയാവിലെ അലങ്കൃത വസ്തുക്കളാണ്. നിങ്ങളുടെ കണ്ണും മനസ്സും വികാരവും വിചാരവും അതിൽ ഉടക്കിപ്പോകരുതേ, നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. പിന്നെ എന്താണ് കമനീയ വസ്തു? വൽ ബനീൻ, നല്ല മക്കൾ, ആരോഗ്യവാന്മാരായ നല്ല ചുറുചുറുക്കുള്ള വിദ്യാഭ്യാസമുള്ള നല്ല മക്കളോടുള്ള അമിതമായ ഇഷ്ടം. വൽ ഖനാതീരിൽ മുഖന്തറതി മിനദ് ദഹബി വൽ ഫിദ്ദ, കൂമ്പാരമായി കൂട്ടിയിട്ടിരിക്കുന്ന സ്വർണവും വെള്ളിയും. പിന്നെ ഇഷ്ടം തോന്നുന്ന വസ്തുവാണ് സ്വർണത്തിനോടും വെള്ളിയോടും. ഒരു പവന് ഇപ്പോൾ 55,000 രൂപ എത്തിയാണ്. അത് എത്ര പവൻ വീട്ടിൽ മേടിച്ചു വെക്കാം എന്നതാണ് ചിന്ത. എത്ര കോയിൻ മേടിച്ചു വെക്കാം, എത്ര ബിസ്ക്കറ്റ് മേടിച്ചു വെക്കാം, അത് എവിടെ സൂക്ഷിച്ചു വെക്കാം എന്നതൊക്കെയാണ് ചിന്ത. കണ്ടില്ലയോ, ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുഴിച്ചിട്ട സ്വർണം പുറത്തെത്തി കണ്ണൂർ ജില്ലയിൽ. നോക്കിയേ, മനുഷ്യർക്ക് അന്നേ ഈ സ്വർണത്തിനോടും വെള്ളിയോടും ഒക്കെ എത്രമാത്രം ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ലേ വലിയ കുടത്തിലും പൂജയിലുമാക്കി കുഴിച്ചിട്ടത് ഭൂമിയിലടിയിൽ. അന്ന് സൂക്ഷിക്കാൻ അതായിരുന്നു മാർഗം. കുഴിച്ചിട്ട് ഇപ്പോൾ അത് പുറത്തു വന്നു. ശുചീകരണ തൊഴിലാളികളും തൊഴിലുറപ്പുള്ള ആൾക്കാരും വെട്ടിക്കളച്ചപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നു കണ്ണൂർ ജില്ലയിൽ നിന്ന്. അപ്പൊ അള്ളാഹു ഇത്ര പെട്ടെന്നാ പറഞ്ഞത്, സ്വർണത്തിനോടും വെള്ളിയോടുമുള്ള മനുഷ്യന്റെ ഇഷ്ടം അത് ഈ കമനീയ വസ്തുവാണ്. അത് മനുഷ്യനെ അലങ്കൃതമാക്കി തോന്നിച്ചിരിക്കുകയാണ്. അതിൽ കണ്ണും മനസ്സും ഉടക്കല്ലേ, അതിൽ നിന്നും നിങ്ങൾ ഹിജ്റ പോകൂ. അള്ളാഹു പറയും, അതിൽ നിന്നും നിങ്ങൾ ഹിജ്റ പോകൂ. പിന്നെ എന്തിനോടാണ് ഇഷ്ടം? വൽ ഖൈലിൽ മുസവ്വമ, മുന്തിയ തരം കുതിര. ഇപ്പോൾ എന്താണ്? മുന്തിയ തരം വാഹനം. അന്നത്തെ ഏറ്റവും വില കൂടിയ സ്പീഡുള്ള വാഹനം എന്തായിരുന്നു? മുന്തിയ തരം കുതിരകളായിരുന്നു. ഇപ്പൊ എന്താണ്? മുന്തിയ തരം വാഹനങ്ങൾ. അതിൽ കണ്ണടക്കുക. നമ്മുടെ ഒരു വണ്ടി നമുക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിൽ കയറുമ്പോ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്ന് പറയണമെന്ന് ഒരു ഖുതുബ മുഴുവനായിരുന്നു. ഒരു ഖുതുബയുടെ വിഷയം അൽഹംദുലില്ലാ ആയിരുന്നു. അതിനൊരു ഇഷ്ടമില്ല, ആ വണ്ടിയോട് ഇഷ്ടമില്ല. മറ്റൊരാൾ ബെൻസിൽ പോകുമ്പോൾ അതിലേക്കാണ് നോക്കുന്നത്. മറ്റൊരാൾ വേറെ വണ്ടി തന്നേക്കാൾ കൂടിയ വണ്ടിയിൽ പോകുമ്പോൾ അതിലേക്കാണ് നോക്കുന്നത്. ഇത് കമനീയ വസ്തുക്കളുള്ള പ്രേമമാണ് മനുഷ്യന്റെ. അതിലേക്ക് നോക്കല്ലേ. അസ്ഫലമില്ലു, നിങ്ങൾ ബുള്ളറ്റിൽ പോകുമ്പോൾ സൈക്കിളിൽ പോകുന്നവരിലേക്ക് നോക്കൂ. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ബുള്ളറ്റിൽ പോകുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് സൈക്കിളിൽ പോകുന്നവരിലേക്കാണ്, മറിച്ച് നിങ്ങളെക്കാൾ കൂടിയ വാഹനത്തിലേക്കല്ല നിങ്ങൾ നോക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂലും പറഞ്ഞു. ആര് കേൾക്കാൻ? ഒരാൾ കേൾക്കുന്നുണ്ടോ?
ആരെങ്കിലും മനസ്സ് തുറക്കുന്നുണ്ടോ സൈക്കിളിലേക്ക്? ഇല്ല, നോക്കിയല്ല, ഒരു കാരണവശാലും നോക്കത്തില്ല. നമ്മളെക്കാൾ താഴ്ന്നവരിലേക്ക് നമ്മൾ നോക്കത്തില്ല, മറിച്ച് നമ്മളെക്കാൾ ഉയർന്നവരിലേക്കാണ് നമ്മുടെ നോട്ടം. അതുകൊണ്ടാണ് ഈ സ്വർണത്തിനോടും ഈ വെള്ളിയോടും ഈ മക്കളോടും അതുപോലെ തന്നെ സ്ത്രീകളോടും ഒക്കെ അടങ്ങാത്ത ഇഷ്ടം മനസ്സിൽ നിറച്ചു വെച്ചിരിക്കുന്നത്. അതിൽ നിന്നും ഹിജ്റ പോകാനാണ് അള്ളാഹു പറയുന്നത്. പിന്നെ നാൽക്കാലികളോടുള്ള ഇഷ്ടം, നല്ല ഫാമുകൾ, വോട്ട് ഫാം, പോത്തുകളുടെ ഫാം, ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ കൊള്ളായിരുന്നു, വീട്ടിൽ വെറുതെ ഇരുന്നാൽ മതി എന്ന് ചിന്തിക്കും, അല്ലയോ? അങ്ങനെ നാൽക്കാലികളോടുള്ള ഇഷ്ടം, വൽഹർത്ത്, നല്ല നല്ല കൃഷിയിടങ്ങളോടുള്ള ഇഷ്ടം, അള്ളാഹു പറയുന്നു ഇതൊക്കെ ദുനിയാവിലെ വിഭവങ്ങളാണ് കൂട്ടരെ, ഇതിൽ നിങ്ങളുടെ മനസ്സും കണ്ണും ഉടക്കല്ലേ. പടച്ചവൻ പറയുന്നു വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ അടുത്തേക്കാണ് ഏറ്റവും നല്ല മടക്കം. അതിനുവേണ്ടി ആഗ്രഹിക്കും റബ്ബിന്റെ അടുത്തേക്ക്. ഞാൻ എന്നെ ഇതിൽ ചുമന്ന് സുന്ദൂക്കിൽ ചുമന്നുകൊണ്ട് പോകുമ്പോൾ, മരിച്ച് മയ്യത്തായി 3 കഫൻകുടയിൽ പൊതിഞ്ഞ് എന്നെ കൊണ്ടുപോകുമ്പോൾ എന്റെ കൂടെ വരുന്നത് എന്റെ നന്മകൾ മാത്രമാണ്, ഞാൻ ചെയ്ത സൽക്കർമ്മങ്ങൾ മാത്രമാണ്. ഞാൻ വാരിക്കൂട്ടിയ സ്വർണമോ, ഞാൻ വാരിക്കൂട്ടിയ വെള്ളിയോ, ഞാൻ മേടിച്ചു വെച്ച കമനീയ വസ്തുക്കളോ ഒന്നും എന്റെ കൂടെ വരില്ല. ആദം അലൈഹിസ്സലാമിനെയും നൂഹ് അലൈഹിസ്സലാമിനെയും ഇബ്രാഹിം അലൈഹിസ്സലാമിനെയും ഇസ്രായേൽ എന്ന യാക്കൂബ് അലൈഹിസ്സലാമിനെയും പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞ ശേഷം അല്ലാഹു പറയുകയാണ് അവർക്ക് ശേഷം പിന്നാലെ ഒരു തലമുറ വന്നു. അവരുടെ വിശേഷണം എന്താണ്? അവർക്ക് നമസ്കരിക്കാൻ നേരെയില്ലായിരുന്നു, അവരുടെ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങാൻ അവർക്ക് നേരെയില്ലായിരുന്നു, അവരുടെ കച്ചവട സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങാൻ അവർക്ക് നേരെയില്ലായിരുന്നു. അവർ നമസ്കാരം നഷ്ടപ്പെടുത്തി. അവർ ഷഹവാത്തുകളുടെ പിന്നാലെ പോയി, കമലീയ വസ്തുക്കളുടെ പിന്നാലെ പോയി. തന്മൂലം ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുന്നതാണ്. അവർ ചെയ്ത ദുർമാർഗത്തിന്റെ ഫലം അവർ തന്നെ കണ്ടെത്തും. 5 നേരം പള്ളിയിൽ നിന്നും വിളിച്ചു വരും, നമസ്കാരത്തിലേക്ക് വരൂ, നമസ്കാരം കൊണ്ടുണ്ടാകുന്ന വിജയത്തിലേക്ക് വരൂ. അതങ്ങോട്ട് കേട്ടപ്പോഴേ ഇരിക്കുന്ന വാഹനം ഇന്നോവയാണ് അല്ലെങ്കിൽ ബെൻസാണ്, അതിന്റെ സ്പീഡ് കൂട്ടിയാണ് വിട്ടു. വൈശിലപ്പള്ളിയുടെ ഫ്രണ്ടിലൂടെ പോകുമ്പോഴാണ് കേൾക്കുന്നത് അത് ഓഫാക്കിയിട്ട് നമസ്കാരത്തിലേക്ക് വരൂ, അത് പാർക്കിംഗ് ഗ്രൗണ്ടിലാക്കിയിട്ട് നിന്റെ വിജയത്തിലേക്ക് വരൂ. കേട്ടില്ല. വിളിച്ചു പറയാ 5 നേരം. അള്ളാഹു പറയുന്നു ഇന്ന പോലെ ഒരു തലമുറ കഴിഞ്ഞു പോയി. ആദം അലൈഹിസ്സലാമിന്റെയും നൂഹ് അലൈഹിസ്സലാമിന്റെയും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും ഇസ്രായേൽ എന്ന യാക്കൂബ് അലൈഹിസ്സലാമിന്റെയും തലമുറ, അതിനുശേഷം വന്ന തലമുറ അവർ നമസ്കാരം പാഴാക്കി നഷ്ടപ്പെടുത്തി. ഷഹവാത്തുകളുടെ പിന്നാലെ അവർ പോയി. അവരെ പറ്റി അള്ളാഹു പറഞ്ഞ ലാസ്റ്റ് ആയി എന്താണ്? ആരെങ്കിലും അതിക്രമം കാണിക്കുകയും ദുനിയാവിലെ ജീവിതം തിരഞ്ഞെടുക്കുകയും ചെയ്താൽ, അതിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്താൽ, അവരുടെ സങ്കേതം കത്തിക്കാളുന്ന ജഹീമായി. ആരെങ്കിലും റബ്ബിന്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും സ്വന്തം നഫ്സിനെ എല്ലാവിധ ഹവകളിൽ നിന്നും തടഞ്ഞു വെക്കുകയും ചെയ്താൽ, എല്ലാവിധ കമലീയ വസ്തുക്കളിൽ നിന്നും എല്ലാവിധ ദേഹേച്ഛകളിൽ നിന്നും മനസ്സിനെ തടഞ്ഞു വെക്കുകയും ചെയ്താൽ, അവരുടെ സങ്കേതം എന്തായിരിക്കും? ജന്നാത്തുൽ ഫിർദൗസ് ആയിരിക്കും. ഒരേ ആയത്തുകളാണ്, ഞാൻ എന്റെ കയ്യിൽ നിന്നൊന്നും പറഞ്ഞിട്ടില്ല, മുഴുവൻ ആയത്തുകളാണ്, ഹദീസുകളാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്.
വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്. നമ്മുടെ മനസ്സിനെ പ്രകാശ വേഗതയിലാണ് ആഗ്രഹങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂൽ ഭയങ്കരമായ ആഗ്രഹങ്ങളുടെ പിരിമുറുപ്പാണ്. ഓരോന്ന് കാണുമ്പോഴേ എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാര്യം പഠിപ്പിച്ചു. ആഗ്രഹം വന്നിങ്ങനെ തിരതല്ലുമ്പോൾ, മനസ്സിങ്ങനെ കിടന്ന് മതിക്കുമ്പോൾ, തെറ്റായതിലേക്ക് പോകാനുള്ള വെമ്പൽ കൊള്ളുമ്പോൾ, സുന്ദരിയായ ഒരു പെണ്ണിനെ കാണുമ്പോൾ എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ മുസജ്ജിഫൽ ഖുലൂബ്, ഹൃദയാന്തരങ്ങളെ മാറ്റിമറിക്കുന്ന പടച്ചവനെ, അല്ലാഹുവേ, സുജ്ജിഫ് ഖുലൂബനാ ഇലാ ത്വാഅതിക്, നിന്റെ അനുസരണയിലേക്ക്, റബ്ബേ നിന്റെ സബിലത്തിലേക്ക്, നിന്നെ അനുസരിക്കുന്നതിലേക്ക് എന്റെ മനസ്സിനെ തിരിച്ചു വിടണമേ റബ്ബേ. പ്രാർത്ഥിച്ചുകൂടെ? ഇത് സിമ്പിൾ പ്രാർത്ഥന. ഈ കമനീയ വസ്തുക്കളിൽ നിന്ന് അതിന്റെ മുന്നിൽ തൂതിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ, ആഗ്രഹങ്ങൾ വന്ന് തിരതല്ലുമ്പോൾ, തെറ്റിലേക്ക് പോകാൻ വെമ്പൽ കൊള്ളുമ്പോൾ ഈ ഒരു പ്രാർത്ഥന മറന്നു പോകരുതേ. 2 രൂപത്തിൽ പ്രാർത്ഥിച്ചു. മറ്റൊരു രൂപം ഏതാണ്? അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. അതിലൂടെ സിമ്പിളാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, സബ്ബിത് ഖൽബി, എന്റെ ഹൃദയത്തെ നീ ഉറപ്പിച്ചു നിർത്തണമേ, അലാ ദീനിക്, നിന്റെ ദീനിൽ. ഈ കമനീയ വസ്തുക്കളെ വന്ന് വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ പ്രാർത്ഥിക്കാനുള്ളതാണിത്. എങ്ങനെ പ്രാർത്ഥിക്കണം? അല്ലാഹുമ്മ എന്ന് പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്. പ്രാർത്ഥിക്കുമല്ലോ ഇൻഷാ അല്ലാഹ്. ഈ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മാറ്റിവെക്കാം. റബ്ബിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അള്ളാഹും അവന്റെ റസൂലും അവന്റെ ദീനും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതേ ശരണം എന്ന രൂപത്തിൽ ജീവിച്ചു മുന്നോട്ട് പോകാം. അവർക്ക് എന്താണ്? അവരുടെ സങ്കേതം എവിടെയാണ്? ജന്നാത്തുൽ ഫിർദൗസ് ആയിരിക്കും. അതുപോലെ അവിടെ ഈ കമനീയ വസ്തുക്കൾ മൊത്തമുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കമനീയ വസ്തുക്കളും ഉള്ള സങ്കേതം എവിടെയാണ്? ജന്നാത്തുൽ ഫിർദൗസ്. അത് ഒഴിവാക്കിയിട്ട് ഈ ദുനിയാവിൽ 60 വയസ്സ്, 65 വയസ്സ്, 70 വയസ്സ് അതിന്റെ പുറകെ പോണോ? ചിന്തിക്കുക. ഇതിൽ നിന്നൊക്കെ ഹിജ്റ പോകുക, അള്ളാഹുവിലേക്ക് ഹിജ്റ പോകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനസ്സുകൾക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും സന്തോഷവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ ധാരാളം അഭയാർത്ഥികൾ, പലസ്തീൻ, റോഹിംഗ്യൻ, ഇങ്ങനെ ധാരാളം മുസ്ലിങ്ങൾ കഷ്ടപ്പെടുകയും പഠിച്ചവനെ റബ്ബേ നിന്റെ ദീനിൽ വന്നതുകൊണ്ടാണ് അവർ ഇത്രമാത്രം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത്. നിന്റെ ആദർശം നിലനിർത്തുക, ദീനിന്റെ ആദർശം നിലനിർത്തുക എന്നതാണ് അവരുടെയൊക്കെ മനസ്സിലുള്ള ആഗ്രഹവും താല്പര്യവും. പഠിച്ചവനെ അങ്ങനെയുള്ള അഭയാർത്ഥികൾക്ക് നീ എല്ലാവിധ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കണം റഹ്മാനെ. അവരുടെ നാടുകളിൽ നല്ല സൗകര്യം, താമസ സൗകര്യം, അവർക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സംഗതികൾ എല്ലാം നീ റെഡിയാക്കി കൊടുക്കണം റഹ്മാനെ. അവർക്ക് ഭക്ഷണം നൽകണം റഹ്മാനെ, അവർക്ക് മരുന്ന് നൽകണം റഹ്മാനെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകണം റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يا مقلب القلوب صرف قلوبنا إلى طاعتك. اللهم يا مقلب القلوب صرف قلوبنا إلى طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا